വിശാലമാകട്ടെ, അത് കുഴപ്പമില്ല. ഇത് കയറി കഴിഞ്ഞാൽ ഇങ്ങനൊരു പെട്ടിയാണ്. ഇവിടെ മറ്റേ ഒരു കാലിട്ട് ഒരു കാലം വെച്ച് നമുക്ക് ഒന്നിച്ച് വേണം നടത്താം. അവിടെ ഒത്തിരി സ്റ്റുഡൻറ് ടൈപ്പ് പിള്ളേർ അങ്ങനെ ഒരു സമയം. അപ്പോൾ ബാത്റൂമിൽ ലിറ്ററലി ഒരു ക്യൂ ആയിട്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഫീസ് ഹൗസിൽ. ഹലോ, രമേശ്. ഞാൻ ശനിയാഴ്ച വൈകുന്നേരം it will be good then. രമേശ് പുതിയതായിട്ട് പ്ലാൻ ചെയ്യാം. ഏതെങ്കിലും മീറ്റിംഗ് അശ്വിൻ രാവിലെ ചെയ്യുന്നുണ്ട്. മറ്റേ രാവിലെ അശ്വിൻ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആക്ച്വലി ഒരാൾ വരികയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ചാർജ് മാത്രമേ ആകത്തുള്ളൂ. ഞാനോർത്ത് അശ്വിൻ എൻ്റെ കൂടെ ആയിരിക്കും താമസിക്കുന്ന ഒരു 2 bedroom Airbnb എടുത്തിരിക്കുന്നത്. അപ്പോൾ അശ്വിൻ പക്ഷേ വേറെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു. അത് കാലിയാണ്. അത് കുഴപ്പമില്ല. പക്ഷേ ഒരു പർപ്പസായിട്ട് വേണ്ട രമേശ്. കാരണം ഹോസ്റ്റലിൽ എനിവേ വി ക്യാൻ സ്പെൻഡ് ടൈം. ഇപ്പം അത് മാത്രമാണെങ്കിൽ ഹോസ്റ്റലിൽ വി ക്യാൻ. ഞാൻ ബുധനാഴ്ച വൈകുന്നേരം എത്തും. ബുധനാഴ്ച ഒരു 11:30 ആകുമ്പോൾ 11:30 ആകുമ്പോൾ എടുക്കും. അതിൻ്റെ കംഫർട്ടിങ് എന്താണ്ടൊരു സാധനം ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. അങ്ങനെ ബുക്ക് ചെയ്ത് അല്ല ബുക്ക് ചെയ്ത രമേശ്. ഞാൻ അവിടെ നിന്നോളാം. ഞാൻ എല്ലാം ഫുൾ സ്റ്റേ ബുക്ക് ചെയ്തു. സോ വാട്ട് ഐ ക്യാൻ ഡു ഈസ് അല്ല പക്ഷെ ഞാൻ ലേറ്റ് ആവാം. അതിൽ നല്ല നമുക്ക് രാവിലെ കാണാം. നമുക്ക് രാവിലെ കാണാം. രാവിലെ ടു യുവർ പ്ലേസ് ഓർ കം ടു ദ ഓഫീസ് whichever you want.
സാംസങ്. അവിടുത്തെ എയർബിഎൻബിസൊക്കെ എങ്ങനെയാണ്? എനിക്ക് കുറേ നല്ല അനുഭവം. എനിക്ക് പൊതുവേ എയർബിഎൻബിയിൽ ഐ ഹാഡ് ദ ബെസ്റ്റ് ഇത് ഓൾസോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ പണ്ട് ഡോൾബിക്ക് വേണ്ടി 3 മാസം ഉണ്ടായിരുന്നല്ലോ. ഒരു മൈക്കിൾ വെസ്റ്റർമാൻ എന്ന് പറഞ്ഞ പുള്ളിൻ്റെ ട്രംപിൻ്റെ ക്ലാസ്മേറ്റൊക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഒരു മനുഷ്യനല്ല കേട്ടോ. കാരണം പുള്ളിയുടെ കഥ ഭയങ്കര ഇതാണ്. പുള്ളി ഒരു ലോങ് ഐലൻഡിൽ പുള്ളിയുടെ അപ്പൻ ഭയങ്കര പണക്കാരനായിരുന്നു. എന്നിട്ട് പുള്ളിയെ വാട്ടനിൽ വിട്ട് പഠിപ്പിക്കുന്ന പണക്കാർക്ക് മാത്രം തന്നെ അവിടെ നിന്ന് പഠിച്ച് പുള്ളി ലോയറായിട്ടൊക്കെ പറ്റുന്ന 2 ഡിവോഴ്സായി. അവിടെ പാപ്പൻ. പക്ഷെ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ അവിടെ പുള്ളി ആ ഫുൾ കഥകളാണ്. രാവിലെ എന്നുവെച്ചാൽ ബോറടിക്കും. 3 മാസം ഉണ്ടെങ്കിലും ഫുൾ അമേരിക്കയുടെ കഥകളും അതും ഇതൊക്കെ ആയിട്ട്. പിന്നെ പുള്ളി മറ്റേ ചെടിച്ചട്ടിയിൽ വളർത്തുകയാണ്. ഞാൻ വീട്ടിൽ കയറിയപ്പോൾ തൊട്ടേ പുള്ളി ചുമയോടെ ജപ എല്ലാ ദിവസവും ഇതും വിളിച്ച്. പിന്നെ ഇവിടെ ലണ്ടനിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താമസിച്ചത് നമ്മൾ ഒന്നിച്ച് വന്നപ്പോൾ മറ്റേ ഒരു ഹോസ്റ്റലാണ്. അതും അടിപൊളി എക്സ്പീരിയൻസ്. ഈ പ്രാവശ്യം ഓർത്ത് ഇത്തിരി മാറി. ഒരു ദിവസമേ ഉള്ളൂ. ഇവിടെ മീറ്റിങ്ങെല്ലാം കിട്ടിയാൽ ഞാൻ ദൂരെ പോയി താമസിച്ച കാലത്താണ്. US ബാക്കി ഇവിടുത്തെ US അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എയർബിഎൻബിസ് അത് ഈ റേറ്റിംഗ് ഉണ്ടല്ലോ, 5 സ്റ്റാർ റേറ്റിംഗൊക്കെ 4.5 റേറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. അങ്ങനെ പ്രശ്നം ഏതായാലും ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഏതോ ഒരു ഇന്ത്യന് മാത്രം SMIക്ക് പണി വന്നല്ലേ. അതും പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോസിബിൾ. റൂമിൽ ഇറങ്ങാൻ പാടില്ല, കിച്ചണിൽ കയറാൻ പാടില്ല. സേഫ്റ്റി പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് എയർബിഎൻബി പോലെ ആയിരുന്നു. പക്ഷെ നല്ല ആക്സസ് ടു കിച്ചൺ ഉണ്ടായിരുന്നു. പക്ഷേ പ്ലാനൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ചേഞ്ച് ഓഫ് ഡയറക്ഷനൊന്നും ഉണ്ടായില്ലെങ്കിൽ ആവായാലും എനിക്കറിയില്ല. വീഡിയൊക്കെ ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ചേഞ്ച് തന്നെയാണ്. പക്ഷെ
അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്കൊക്കെ ഈ റോഡ് മാപ്പ് മുന്നോട്ട് പോകണം. ആകെ തന്നെ നോക്കണം. സൊല്യൂഷൻ ഗ്രൂപ്പ് കേഡൻസ് വെക്ടേഴ്സ് ഓഫീസേഴ്സ് ഇവരുടെ ഫുള്ളി കേഡൻസ് അതേ ഉള്ളൊരു വലിയ റിസ്ക്. ഇവരുടെ ഡയറക്ഷൻ ഇങ്ങനെ മാറും. പക്ഷെ അല്ലെങ്കിൽ 3 ഇയേഴ്സ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ്. പണ്ടിവിടെ IT മാത്രമായിരുന്നപ്പോൾ അവൻ്റെ വേൾഡ് വൈഡ് സ്ട്രെങ്ത് തന്നെ 7000 ഉണ്ട്. SOC ഉള്ള കമ്പനികളുടെയൊക്കെ സ്ട്രെങ്ത് വേൾഡ് വൈഡ് 50,000 മുകളിലോട്ടൊക്കെ പിക്ചർ. സോ ദാറ്റ് ഈസ് എ ബിഗ് ഡിഫറൻസ്. അതായത് അവർക്ക് അത്ര സ്കെയിൽ ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ട് ഇൻറ്റേർണലി സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് അവർ UK മാത്രമാണ് ഒട്ടും പറ്റത്തില്ല. ഈ ദേവനൊക്കെ സൊല്യൂഷൻസ് കാണൂല്ലേ? ദേവനുണ്ട് സൊല്യൂഷൻസ്. അതിൽ ഒരു 6 ആഴ്ച ഇങ്ങോട്ട് വരുന്നത് നന്നായിരിക്കും. ഷെഫീൽഡിൽ നിയന്ത്രിച്ചിലും പോകണം. ഷെഫീൽഡിലും പോകണം, നിയന്ത്രിച്ചിലും പോകണം. അങ്ങനല്ല, 75% ഓഫ് EU ടാർഗറ്റ് ഇതിൽ നിന്ന് മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കുറിച്ചുണ്ടോ? മെമ്പർ ടീം ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ തന്നെ 15 കോടിയാണ്. പിന്നെ ഒരു ഓൺ സൈറ്റും കൂടെ 16 കോടി. Maintain this run rate, half of your target is metal down. Since you pass the station, what's that? May 15th.